സ്റ്റേജിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. ആറാട്ട് റൈസ് ജംഗ്ഷൻ കോട്ടപ്പുറം. പാമ്പാടി രാജൻ നിപ്പുണ്ട്, ഒരു 4 ആന നിപ്പുണ്ട്, ബാക്കിയെല്ലാം പോയി. ഒഴിക്കും അമ്പലവും കാര്യങ്ങളൊക്കെ. സോ ഈ വയലിലാണ് ഒരുതപ്പെട്ട എല്ലാ ആനകളും നിരക്കുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ആനയെല്ലാം ആണിൻ്റെ പാട്ടിന് പോയി. വന്നൂമ്പൽ എന്ന് പറഞ്ഞാൽ വന്നൂമ്പൽ ഈ വർഷത്തെ ഏറ്റവും വലിയ 2024 ഏറ്റവും വലിയ ഉമ്പൽ. ഞാൻ അടുത്തപ്പോൾ എനിക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ, ചൊറിഞ്ഞ് വരുന്നുണ്ട്. നമ്മളങ്ങനെ മൊത്തത്തിൽ മൂഞ്ചിയിട്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞ് അങ്ങോട്ടും ഇവിടെ നടക്കാണ് ഗൈസ്. നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടുത്ത സ്ഥലം പിടിക്കാം. അതായിരിക്കും നല്ലത്. വല്ലാത്തൊരു ചതിയായിപ്പോയി, വല്ലാത്ത ചതി. അടുത്ത പാമ്പയിലോട്ട് പോകും. ഇവിടെ നേരെ പാമ്പ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയി വിഷമം മാറ്റാം. അവസാനത്തെ ആനയും താണ്ട പോകുന്നു ഗൈസ്. ഈ രണ്ടെണ്ണം കൂടെ ഉള്ളു, ബാക്കിയെല്ലാം പോയി. നമ്മുടെ ആനയുടെ ഒരു ഉത്സവം പൂഞ്ചിപ്പോയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ പാവമ്പയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് വീട്ടിൽ പോവാം. അതാണ് ഇനി പ്ലാൻ. നമ്മളിപ്പോൾ ഊട് വഴി കൂടെ കയറി പോവുകയാണ് സുഹൃത്തുക്കളെ. കംപ്ലീറ്റ് അവിടെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അതാണ്ട് ഇപ്പോൾ ഏതൊക്കെയോ ഉദാമിക്കൂടെ ഒക്കെ കയറി പോകാണ്ട്. ഏത് വീട്ടിലെത്തിയടാ, ഇവിടെ വരെയുള്ള വഴി. പണി വീണ്ടും വഴിയല്ലോ. ആരെയാണോ ദൈവമേ കണി കണ്ടത്? നമ്മൾ നേരെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നൊരു പുള്ളി പറഞ്ഞത് ഇത് ഈ വഴി കയറി പോയി കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പാവമ്പ അമ്പലത്തിൽ ചെല്ലാൻ പറ്റുമെന്ന്. ഇപ്പം അമ്പലത്തിലും ഇല്ല, വേറെ ഏതോ വീട്ടിൽ ഉദാമിലൊക്കെയാണ് പോയി കയറിയത്. പുല്ല് അവസ്ഥ നോക്കണേ. നമ്മൾ ഏകദേശം പാവുമ്പ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല തിരക്കുണ്ട്, 2 സൈഡിലും ശരിക്കും വണ്ടികൾ ഇരിപ്പുണ്ട് കേട്ടോ. കൊട്ടക കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്കിലും മൂഞ്ചാതിരുന്നാൽ മതിയായിരുന്നു. ചെണ്ടക്കാരി ചേട്ടന്മാരെ കൊട്ടിക്കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ്ട് ഇവിടെ ഒരു ചെറിയ കാളെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അണ്ട് ഇതിൻ്റെ ബാക്കിലും കുറേ കാളകൾ നിൽപ്പുണ്ട്. ആ കിടക്കുന്ന വലിയത് കയറിയാൽ മാത്രമേ ഈ കിടക്കുന്ന ചെറുതിനൊക്കെ അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കുതിരയുടെ ഷേപ്പിലുള്ള കാളയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊഴുത്ത് തടിച്ച ഒരു കാള, ഡി ജെ കാള. ഹണി റോസിനെ ഓർമ്മിപ്പിക്കുന്ന കാള. നമുക്ക് 2 കുഞ്ഞു കാളെ കാണാൻ പറ്റും. കുഞ്ഞു കാള, അതിനേക്കാളും വലിയ കാള, ഇതിനേക്കാളും വലിയ കാള. ഇതെല്ലാം കഴിഞ്ഞ വട്ടം ഓച്ചിറയിൽ കയറാതെ പകുതിക്ക് വെച്ച് വീണുപോയ കാള. ഇതാണ് ഗൈസ് വജ്ര തേജോമുഖൻ. ഇതിനെ ചെറുതാക്കിയോടാ. നമ്മൾ ഓച്ചിറ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ചെറുതാക്കിയെന്ന് കേട്ടോ. തല മാത്രം അത്യാവശ്യം വലിപ്പമുണ്ട്. ക്രെയിൻ വെച്ചാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വട്ടമെങ്കിലും ഒന്ന് കയറിയാൽ മതിയായിരുന്നു. ഓച്ചിറയിലോ കയറിയില്ല, ഇവിടെങ്കിലും കയറുവോടെ. ആറ്റിറ്റ്യൂഡ് എല്ലാ കാളുകളും അകത്ത് കയറി ഗൈസ്. വജ്ര തേജോമുഖിന് വെച്ച് ബാക്കി എല്ലാം അകത്ത് കയറിയിട്ടുണ്ട്.
സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചു പോവാണ്. പാവുമ്പേൽ ഉത്സവം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാള ഒഴിച്ച് ബാക്കി എല്ലാ കാളയും അവിടെ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഓച്ചിറയിൽ കയറാത്ത കാള ഉണ്ടല്ലോ, വജ്ര തേജുമുഖൻ എന്ന് പറഞ്ഞിട്ടുള്ള കാള, ആ കാള സ്റ്റിൽ ഇവിടെയും ഇതുവരെ കയറിയിട്ടില്ല. ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെന്തായാലും പാതിരാത്രി വരെ അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശരി, ബൈ. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത്യാവശ്യം നല്ല രീതിയിൽ പണി വാളി, ഫ്ലോപ്പായിരുന്നു. ആനയടി പോയി ആനയെ കാണാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമം വേറെ. രാവിലെ പോയതിൻ്റെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യം നടന്നില്ല. എന്തോലും പാവുമ്പ അമ്പലത്തിൽ ഉത്സവം കണ്ടിട്ട് ഒരു സംതൃപ്തി അടഞ്ഞു. സോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഫുള്ള് ടയർഡാണ്, അങ്ങേറ്റം ടയർഡാണ്. നടന്ന് എൻ്റെ നിക്കറിൻ്റെ വള്ളി വരത്തേന് ആ ഒരവസ്ഥയാണ്. സോ അപ്പോൾ ശരി, ഞാൻ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റ.